നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ അയോധ്യയിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നും സമ്മാനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മുൻപ് തന്നെ പങ്കുവച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ കശ്മീർ, തമിഴ്നാട്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും സമ്മാനങ്ങൾ ലഭിച്ചതായി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത് ശ്രീരാമക്ഷേത്രത്തിന്റെ അധികാരികൾക്ക് കൈമാറിയിട്ടുമുണ്ട്. കശ്മീരിലെ മുസ്ലിം സഹോദരി സഹോദരന്മാർ എന്നെ കാണാൻ വന്ന നിർമ്മാണത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തെ കുറിച്ച് അവർ പറയുകയും ചെയ്തു, നമ്മൾ പിന്തുടരുന്നത് വ്യത്യസ്തമായ മതമാണ് എങ്കിൽ പോലും നമ്മുടെ പൂർവികരെല്ലാം ഒന്നാണ് എന്നാണ് ഇവർ പറഞ്ഞത്. കശ്മീരിൽ നിന്നും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത 2 കിലോ കുങ്കുമപ്പൂവ് കൂടി അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഇവർ കൈമാറിയിട്ടുണ്ട്. പട്ടിന് പേര് കേട്ട തമിഴ്നാട്ടിൽ നിന്നും എത്തിയതാവട്ടെ ശ്രീരാമക്ഷേത്രത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത സിൽക്കാണ്. നിലവിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും സമ്മാനം എത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും അയോധ്യയിലേക്ക് സമ്മാനം എത്തി എന്നതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുബ നദിയിലെ ജലമാണ് ശ്രീരാമ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി അവർ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം അടുത്തതോടുകൂടി തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നും സമ്മാനം എത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയത് നേപ്പാൾ തന്നെയായിരുന്നു. സീതാദേവിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്ന നേപ്പാളിൽ നിന്നും 3000-ലധികം സമ്മാനങ്ങളാണ് അയോധ്യയിലേക്ക് എത്തിയത്. വെള്ളിയിൽ തീർത്ത പാദുകങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി ജനക്പൂരിലെ ജാനകി ക്ഷേത്രത്തിലെ പൂജാരി റാം റോഷൻ ദാസ് രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട്. 30ഓളം വാഹനങ്ങളിലായിരുന്നു നേപ്പാളിൽ നിന്നും അയോധ്യയിലേക്ക് സമ്മാനങ്ങൾ എത്തിയത്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ചേർന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ അഭിഷേകത്തിന് വേണ്ടി അവർ അയച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.